പണ്ട് കർക്കിടകത്തിൽ കുഞ്ഞുനാളിലെ നമ്മൾ ഒരുപാട് ചിട്ടവട്ടങ്ങളൊക്കെ നോക്കുമായിരുന്നു കേട്ടോ. രാവിലെ എഴുന്നേറ്റ് കുളിച്ച് അമ്പലത്തിൽ പോയി തൊടിയിൽ നിന്ന് മുക്കൂറ്റി പറിച്ചിട്ട് ചാലിച്ചിട്ട് മുക്കൂറ്റിയുടെ കുറി തൊടുക. അത് കർക്കിടകത്തിൽ എല്ലാ ദിവസവും ചെയ്യണമെന്ന് പറഞ്ഞാലും കർക്കിടകം 7 വരെ ചെയ്യണമെന്ന് അമ്മമ്മയ്ക്ക് ഭയങ്കര നിർബന്ധമായിരുന്നു. പിന്നെ അമ്മമ്മയൊക്കെ രണ്ട് നേരം രാമായണം വായിക്കുമായിരുന്നു. കാരണം രാമായണം ആ ഒരു മാസം രാമായണം വായിച്ച് തീർക്കണം എന്നായിരുന്നു. പിന്നെ ഔഷധക്കഞ്ഞി വയ്ക്കുക, പിന്നെ എന്താ പറയുക, ബാക്കിയുള്ള മാസങ്ങളിലൊക്കെ മുരിങ്ങയില കൂട്ടിയാലും ആ മാസം കർക്കിടകത്തിൽ മുരിങ്ങയില കൂട്ടില്ല. അതിന് പകരം താളും തകരയും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കൂട്ടാൻ വയ്ക്കുക. അതുപോലെ ഒരു ചിട്ടയായിരുന്നു കർക്കിടക മാസത്തിൽ മൈലാഞ്ചി അരച്ച് കയ്യിലിടാന്നുള്ളത്. അപ്പോൾ പണ്ട് ചെറുതിലെ ഒരുപാട് ഓർമ്മകളുള്ളതാട്ടോ. മിക്ക കർക്കിടകത്തിലും എനിക്ക് തോന്നുന്നു എല്ലാ കർക്കിടകത്തിലും ഒക്കെ തന്നെ അങ്ങനെ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ വലുതായിട്ടാണ് അതൊന്നും ചെയ്യാണ്ടും നോക്കാണ്ടും ഒക്കെ ഇരിക്കണം. അപ്പോൾ ഇപ്രാവശ്യം എനിക്കൊരാഗ്രഹമായിരുന്നു അതൊക്കെ ഒന്ന് ചെയ്യണം എന്നുള്ളത്. കാരണം ആഗ്രഹം തോന്നാൻ കാരണമുണ്ട്. നമ്മുടെ ഇപ്പോൾ മൈലാഞ്ചിയിലൊന്നും എവിടെയും കിട്ടലില്ലല്ലോ. പക്ഷേ ഇവിടെ ഗേറ്റിൻ്റെ പുറത്ത് ഒരു മൈലാഞ്ചി തന്നെ മുളച്ചിട്ട് അതിങ്ങനെ വലുതായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവിടെ പുല്ലൊക്കെ പറിച്ച് കളഞ്ഞാലും ഞാൻ ഈ മൈലാഞ്ചി മാത്രം കളഞ്ഞിട്ടുണ്ടായിരുന്നില്ല. കാരണം അതങ്ങനെ നിൽക്കുമ്പോൾ എനിക്കെന്തോ ഒരു കൊള്ളാം അവിടെ നിൽക്കട്ടെ എന്നൊരു തോന്നലായിരുന്നു. അപ്പോൾ ഞാൻ ഇന്നിപ്പോൾ എന്തായാലും ആ മൈലാഞ്ചി കുറച്ച് പറിച്ചുകൊണ്ട് വന്നിട്ട് അതിൻ്റെ ഇലയൊക്കെ ഊർത്തിയെടുത്തിട്ട്, ഊർത്തിയെന്ന് വെച്ചാൽ അടർത്തി എടുത്തിട്ട് കേട്ടോ. ഞാൻ ഊർത്തി എടുക്കാമെന്ന് പറഞ്ഞപ്പോൾ ഇവിടെ ഗൗരി പറഞ്ഞു, എന്ത് വാക്കാമ്മ ഇത്, ഊർത്തി എടുക്കണോ? അങ്ങനെ ഒരു വാക്ക് അവൾ കേട്ടിട്ടേ ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് പെട്ടെന്ന് എൻ്റെ വായിൽ അതാട്ടോ വന്നത്. ഞങ്ങളങ്ങനെ പറയലുണ്ട്, ഇലയിൽ നിന്ന് ഇങ്ങനെ തണ്ടിൽ നിന്ന് ഇങ്ങനെ ഇലയൊക്കെ എടുക്കുമ്പോൾ അതിനെ ഊർത്തിയെടുക്കാമെന്ന് പറയും. അത് അടർത്തിയെടുക്കാമെന്നാണ് ഉദ്ദേശിച്ചത്. പണ്ടത് അമ്മിക്കല്ല് വെച്ചിട്ടാണ് അരയ്ക്കണത്. അമ്മിക്കല്ല് അരയ്ക്കാൻ തന്നെ വീട്ടിൽ അമ്മയൊന്നും സമ്മതിക്കത്തില്ലായിരുന്നു. അമ്മമ്മയും ഞങ്ങൾ പിള്ളേർ സെറ്റുകളൊക്കെ ഇത് ചെയ്താലോ അമ്മയ്ക്കെന്ന് വെച്ചാൽ പിന്നെ അതിൽ ചമ്മന്തി അരച്ചാലോ അല്ലെങ്കിൽ കൂട്ടാൻ അരച്ചാലോ ഒക്കെ കഴിക്കുമെന്ന് പറഞ്ഞിട്ട് അമ്മിക്കല്ലെന്ന് വെച്ച് അരയ്ക്കാനായിട്ട് സമ്മതിക്കില്ല. പിന്നെ ചിലപ്പോൾ പൊട്ടിയ അമ്മിയോ അല്ലെങ്കിൽ കുറച്ച് കേടായ അമ്മിയോ ഒക്കെ എവിടെയെങ്കിലും മാറ്റിയിട്ടിട്ടുണ്ടെങ്കിൽ അതിലൊക്കെ വെച്ചിട്ടാണ് നമ്മൾ അരച്ചിട്ടുണ്ടായിരുന്നത്. എനിക്ക് പക്ഷേ ഇവിടെ അമ്മിയില്ല, അതുകൊണ്ട് തന്നെ ഞാനൊന്ന് മിക്സിയിൽ അരയ്ക്കാനാണ് തീരുമാനിച്ചത്. ഇത് അരച്ചപ്പോൾ ഉണ്ടല്ലോ ശരിക്കും പണ്ടത്തെ കാലത്തേക്ക് പോയി എന്ന് പറയണ പോലെ ആ മൈലാഞ്ചി അരച്ചതിൻ്റെ ഒരു സ്മെല്ലൊക്കെ ഇപ്പം എപ്പോഴും നമ്മൾ കോണൊക്കെ വാങ്ങിയിട്ടല്ലേ കയ്യിലിടണേ. അപ്പോൾ ആ ഒരു സ്മെല്ലും ഈ ഒറിജിനലായിട്ട് ഈ മൈലാഞ്ചി അരച്ചതിൻ്റെ സ്മെല്ലും ഒക്കെ തമ്മിൽ നല്ല വ്യത്യാസമുണ്ട് കേട്ടോ. ശരിക്കും മൈലാഞ്ചി അരച്ചതിൻ്റെ സ്മെല്ല് കേട്ടപ്പോൾ ഞാൻ പഴയ കുറേ കാര്യങ്ങളൊക്കെ ഓർത്തു. പണ്ടിങ്ങനെ നമ്മൾ എന്താ പറയുക, അമ്മിയിലൊക്കെ വെച്ച് അരയ്ക്കുമ്പോൾ വെണ്ണ പോലെ അരയ്ക്കണം എന്നൊക്കെ പറയും. അമ്മയൊക്കെ കൂട്ടാനൊക്കെ അരയ്ക്കുമ്പോൾ വെണ്ണ പോലെയൊക്കെ അരയുമായിരുന്നു. പക്ഷെ ഞങ്ങൾ പിള്ളേരുകൾ ഈ മൈലാഞ്ചി അരയ്ക്കുമ്പോഴേക്ക് ഇലയും ചില തണ്ടുകളും ഒന്നും അരയാണ്ടൊക്കെ കിടക്കും. ഇപ്പോൾ എന്തായാലും ഞാൻ മിക്സിയിൽ നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് പിന്നെ നമ്മളിപ്പോൾ കടയിൽ നിന്ന് കോണൊക്കെ വാങ്ങിച്ചിട്ട് കഴിഞ്ഞാൽ നന്നായിട്ട് ചുമക്കുമല്ലോ. നമ്മൾ ഈ സാധാരണ മൈലാഞ്ചി അരയ്ക്കുമ്പോൾ അത്രയ്ക്ക് അങ്ങോട്ട് ചുമക്കില്ല, ഒരു ഓറഞ്ച് കളർ വരെ വരുള്ളൂ. അപ്പോൾ അതിൽ നിറം കിട്ടാൻ വേണ്ടിയിട്ട് തേയില വെള്ളം തിളപ്പിച്ചിട്ട്, ചായ നമ്മൾ തിളപ്പിക്കില്ലേ കട്ടൻ ചായ, അതിങ്ങനെ ആ തേയിലയുടെ ഇതുണ്ടല്ലോ എന്താ പറയുക, കുറച്ച് കട്ടിയിൽ ആ തേയില വെള്ളം തിളപ്പിച്ചിട്ട് ആ വെള്ളം ഒഴിക്കുക. അല്ലെങ്കിൽ നാരങ്ങ നീരൊഴിച്ചാൽ നല്ലോണം ചുമക്കും. പക്ഷെ നാരങ്ങ നീരൊഴിച്ചാൽ എന്താ എൻ്റെ അനുഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് കളറ് നന്നായിട്ട് ചുമക്കും. പക്ഷെ അതേപോലെ അതേ സ്പീഡിൽ മൈലാഞ്ചി കയ്യിൽ നിന്ന് മാഞ്ഞു പോവുകയും ചെയ്യും. അതായത് നാരങ്ങ നീര് ഇല്ലാണ്ട് ഇപ്പം നമുക്ക് 1 മാസമൊക്കെ നിൽക്കുമെങ്കിൽ ഇത് ചിലപ്പോൾ 2 ആഴ്ചയൊക്കെ ആകുമ്പോൾ പോയിട്ടുണ്ടാവും. ഞാനിപ്പോൾ നോക്കുമ്പോൾ നാരങ്ങ കിട്ടിയില്ല. ഫ്രിഡ്ജിൽ ഒരു വലിയ നാരങ്ങ ഇരിക്കുന്നുണ്ടായിരുന്നു. അത് കുറച്ച് മുറിച്ച് ഉപയോഗിച്ചതായിരുന്നു. പക്ഷേ ഉണങ്ങിയിരിക്കുന്നതുകൊണ്ട് നീരൊക്കെ കിട്ടാൻ ഭയങ്കര പാടായിരുന്നു. ഞാൻ കുറേ ബുദ്ധിമുട്ടിയിട്ടാണ് കല്യാണ വീട്ടിൽ തേങ്ങയൊക്കെ പിഴിയില്ലേ, അത്രയും പാടുപെട്ടിട്ടാട്ടോ അതിൽ നിന്ന് കുറച്ച് നീരെങ്കിലും എനിക്ക് കിട്ടിയിട്ടുള്ളത്. പക്ഷേ അതിൻ്റെ അകത്തുനിന്ന് നീരിനേക്കാൾ കൂടുതൽ അതിൻ്റെ അകത്തുള്ള കുരുവാട്ടോ വീണേ. പിന്നെ ആ കുരുവൊക്കെ ഞാൻ അങ്ങനെ പിറക്കി മാറ്റി നല്ല രീതിയിൽ ഉള്ള നീര് വെച്ചിട്ട് അത് ഞാൻ മിക്സ് ചെയ്തു. മൈലാഞ്ചി ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഗൗരിയോട് ഇട്ട് തരാമെന്ന് പറഞ്ഞപ്പോൾ ആദ്യമേ അവൾ പറഞ്ഞിരുന്നു, ഞാൻ വരില്ല കേട്ടോ, എനിക്കിതൊന്നും വേണ്ട, അവൾക്ക് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇഷ്ടമല്ല. പിന്നെ ഞാൻ കുറേ നിർബന്ധിച്ചപ്പോൾ ശരി എന്നാന്ന് പറഞ്ഞിട്ട് വന്ന് കൈ കാണിച്ച് തന്നിട്ടുണ്ട്. ആദ്യമേ തന്നെ പറഞ്ഞു വൃത്തിക്ക് ഇടണം കേട്ടോ, ഞാനിട്ട അത്ര വൃത്തിയാവില്ല എന്നൊക്കെ അറിയാം. എനിക്കതൊന്നും അത്ര എന്താ പറയുക, കോണ് കൊണ്ടാണെങ്കിൽ പോലും വലിയ ഡിസൈനൊന്നും വരയ്ക്കാൻ എനിക്കറിയില്ല. ഇങ്ങനെ ഇടുമ്പോൾ പോലും അത്ര വൃത്തിക്കിടാൻ എനിക്കറിയില്ല. അതുകൊണ്ട് ആദ്യമേ അവൾ പറഞ്ഞു വൃത്തിക്ക് ഇട്ട് തരണം കേട്ടോ എന്ന്. സമ്മതിച്ച് എന്തോ ഇരുന്ന് തന്നിട്ടുണ്ട്. 2 കയ്യിൽ ഇട്ട് കൊടുക്കാമെന്ന് പറഞ്ഞപ്പോൾ ആദ്യം അയ്യോ റൈറ്റ് ഹാൻഡിലല്ലേ വേണ്ട എന്നൊക്കെ പറഞ്ഞു. പക്ഷേ എന്നാലും പിന്നെ കാണിച്ചു തന്നു. എന്തോ ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് ഓരോന്ന് ചെയ്യണ കണ്ടിട്ടാണോ എന്ന് അറിയില്ല കേട്ടോ.
എന്താ പറയുക, അവളത് കാണിച്ചു തന്നു. ഞാനപ്പോൾ 2 കയ്യിൽ ഇട്ട് കൊടുക്കുകയാണ്. എൻ്റെ കയ്യിൽ ഞാൻ ആദ്യം വിചാരിച്ചു രാത്രി ഇടാം, അപ്പോൾ രാത്രി ഇട്ട് കഴിഞ്ഞാൽ രാവിലത്തേക്ക് നല്ലപോലെ ചുമന്നിട്ടുണ്ടാവുമല്ലോ. പിന്നെ ഞാൻ വിചാരിച്ചു വേണ്ട, പുതപ്പിലും ബെഡിലും ഒക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ അതുകൊണ്ട് ഞാൻ എൻ്റെ കയ്യിൽ ഇടാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. ഇവളുടെ കൈ കഴുകി കഴിഞ്ഞിട്ട് എൻ്റെ എന്തായാലും ലെഫ്റ്റ് ഹാൻഡിൽ എന്തായാലും ഇടണമെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ട്. ഇത് കഴിഞ്ഞിട്ട് അത് ഇട്ടിട്ട് ഒരു അരമണിക്കൂർ വെച്ചിട്ട് കഴുകാമെന്നാണ് വിചാരിക്കണേ. ഇതാ അങ്ങനെ എൻ്റെ കയ്യിൽ ഞാൻ ഇട്ടു കേട്ടോ. ഉണങ്ങിയപ്പോൾ കഴുകി കഴിഞ്ഞപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക്.